ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഓഫീസ് അറ്റൻഡന്റുമായിട്ട് ബന്ധപ്പെട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് നമ്മൾ ആർക്കൊക്കെ അതിന് അപേക്ഷിക്കാനാകും, എന്നത്തേക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് അതിന്റെ സിലബസ് എന്തൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സിലബസ് കൃത്യമായി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ സിലബസ് എന്തൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്, എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ സിലബസിലൂടെ പരിശോധിക്കാൻ പോവുകയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും 3 കാറ്റഗറി വെച്ചിട്ടാണ് മാർക്കിന്റെ ആ ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. അപ്പോൾ 1 പൊതുവിജ്ഞാനമാണ്, 2 ആനുകാലിക വിഷയങ്ങളാണ്, 3 ലഘുഗണിതം മാനസിക ശേഷി, അതായത് ഗണിതവും റീസണിങ്ങിനെ പറ്റിയാണ്, അതാണ് 3ാമത്തെ പാർട്ടായിട്ട് വരുന്നത്. 4 വരുന്നത് ഇംഗ്ലീഷ് ആണ്. 5 വരുന്നത് നമ്മുടെ പ്രാദേശിക ഭാഷയാണ് അല്ലെ. അപ്പോൾ ഈ പൊതുവിജ്ഞാനത്തിൽ നിന്ന് എന്തൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്നൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ പൊതുവിജ്ഞാനത്തിൽ നിന്ന് ചോദ്യം വരുന്നത് ചരിത്രത്തിൽ നിന്നാണ്. ആദ്യം വരുന്നത് ചരിത്രത്തിൽ നിന്നാണ്. അവിടെ 5 മാർക്കാണ്. 5 മാർക്കിന്റെ ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ കേരളം, ഇന്ത്യ, ലോകം, അങ്ങനെ 3 ഓർഡറിലായിട്ട് പഠിച്ചു വെക്കുക. കേരളത്തിന്റെ ചരിത്രം എന്താണ്, ഇന്ത്യയുടെ ചരിത്രം എന്താണ്, ലോകത്തിന്റെ ചരിത്രം എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഓർഡറായിട്ട് തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കേരളത്തെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പഠിക്കണമെന്ന് നമുക്ക് നോക്കാം. യൂറോപ്യന്മാരുടെ വരവ് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. യൂറോപ്യന്മാരുടെ സംഭാവനകൾ പഠിക്കുക. മാർത്താണ്ഡ വർമ്മ മുതൽ ശ്രീ ചിത്രതിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിന്റെ ചരിത്രം പഠിക്കുക. കൂടാതെ സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പഠിക്കുക. കേരളത്തിന്റെ ദേശീയ പ്രസ്ഥാനങ്ങൾ പഠിക്കുക. കേരള ചരിത്രത്തിൽ സാഹിത്യ സ്രോതസ്സുകളുടെ പ്രത്യേകതകൾ, അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. പിന്നീട് ഐക്യ കേരള പ്രസ്ഥാനം പഠിക്കുക, അതിന്റെ വർഷങ്ങൾ പഠിക്കുക, അതിന്റെ വേദികളൊക്കെ പഠിച്ചു വെക്കുക. പിന്നീട് 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം പഠിക്കുക. നമ്മുടെ മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണെന്ന് പഠിക്കുക. 56 ശേഷം ഇന്ന് വരെയുള്ള നമ്മുടെ മുഖ്യമന്ത്രിമാരാര്, അവരുടെ സംഭാവനകൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് ഇന്ത്യയുടെ ചരിത്രം എടുക്കുമ്പോൾ ഇവിടെ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, രാഷ്ട്രീയ ചരിത്രം കൂടാതെ ബ്രിട്ടീഷ് ആധിപത്യം, 1ാം സ്വാതന്ത്ര്യ സമരം, പിന്നീട് INCയുടെ രൂപീകരണം, അതിന്റെ സമ്മേളനങ്ങൾ, അതിന്റെ വർഷം, ഏതൊക്കെയാണ് വേദികൾ, ആരൊക്കെയാണ് അതിന്റെ അധ്യക്ഷന്മാർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ സ്വദേശി പ്രസ്ഥാനം, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ. അപ്പോൾ നമ്മുടെ നമ്മുടെ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട പത്രങ്ങൾ സ്ഥിരം PSCയുടെ ഒരു ചോദ്യ മേഖലയാണ്. പത്രങ്ങളുടെ ഭാഷ ഏതാണ്, അതിന്റെ രചയിതാവ് ആരൊക്കെയാണ്, പത്രങ്ങളുടെ രചയിതാവ് ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം സ്ഥിരം ചോദിക്കുന്നതാണ്. പിന്നീട് സ്വാതന്ത്ര്യ സമരകാലത്തെ സാഹിത്യം, കല, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, നമ്മുടെ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധിയുടെ നമുക്ക് നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരം ചോദ്യ പാറ്റേൺ ആയിട്ട് വരുന്നതാണ്. പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം എന്നിവയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് ലോക ചരിത്രം പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, 2ാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, പിന്നീട് നമ്മുടെ UN, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ, അവയുടെ വർഷമെല്ലാം പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വർഷങ്ങളും ഒക്കെ ചേർത്ത് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് കേരളം, ഇന്ത്യ, ലോകം അങ്ങനെ വലിയ ടോപ്പിക്കായിട്ട് തന്നിട്ടുണ്ട്. പക്ഷേ അവിടെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ 5 മാർക്കിന്റെ ചോദ്യങ്ങളെ നമ്മൾ അവിടുന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ സിലബസ് പ്രകാരം 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ് അവിടെ നിന്ന് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഭൂമിശാസ്ത്രത്തിൽ നിന്ന് എന്തൊക്കെയാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം. അവിടെ നിന്ന് നമുക്ക് 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. ഭൂമിയുടെ അടിസ്ഥാന തത്വങ്ങൾ പഠിക്കുക, ഭൂമിയുടെ ഘടന പഠിക്കുക, അന്തരീക്ഷം പഠിക്കുക, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷ മർദ്ദം, കാറ്റ്, താപനിലകൾ, ഋതുക്കൾ, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, പിന്നെ വിവിധതരം മലിനീകരണങ്ങൾ, മാപ്പുകൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്ര ചലനങ്ങൾ, പിന്നീട് ഭൂഖണ്ഡങ്ങൾ, പിന്നെ ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും ഒക്കെ ഭൂമിയുടെ ഒരു അടിസ്ഥാന തത്വമായിട്ട് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. പിന്നീട് നമ്മൾ ചരിത്രം പഠിക്കുന്ന പോലെ തന്നെ ഭൂമിയുടെ മൊത്തത്തിലുള്ള ഒരു കാര്യം പഠിക്കുക. അതിനുശേഷം ഇന്ത്യ പഠിക്കുക, പിന്നെ കേരളം പഠിക്കുക. അങ്ങനെ ഓർഡറായിട്ട് തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ത്യയിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ പഠിക്കുക. പിന്നീട് ഉത്തരപർവ്വത മേഖല, നദികൾ, നമ്മുടെ മഹാസമതലങ്ങൾ, പീഠഭൂമികൾ, തീരദേശങ്ങൾ, അവയിലെ കാലാവസ്ഥ, പിന്നെന്താണ് സസ്യപ്രകൃതി, കൃഷികൾ,
വ്യവസായങ്ങൾ, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജലം, ഗതാഗതം, വ്യോമ ഗതാഗതങ്ങൾ, നമ്മുടെ ഇന്ത്യയിലെ വിവിധങ്ങളായ എന്താണ് ഗതാഗത മാർഗങ്ങളൊക്കെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് കേരളത്തെ പറ്റി പറയുമ്പോൾ എന്താണ് ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ, നദികൾ, പിന്നെന്താണ് സസ്യപ്രകൃതികൾ, കാലാവസ്ഥ, പിന്നെ റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങളെല്ലാം എന്താണ് പഠിക്കുക. അപ്പോൾ നമ്മളെ ഇന്ത്യയിലും കേരളവും ഒക്കെ എന്താണ് ഒരേ പാറ്റേണിലായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക, തിരിഞ്ഞു പോവാതെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഭൂമിശാസ്ത്രത്തിൽ നിന്നും എന്താണ് 5 മാർക്കോളമാണ് ഇതൊരു വലിയ ടോപ്പിക്കാണ്. അവിടുന്ന് എന്താണ് നമുക്ക് 5 മാർക്കാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് എക്കണോമിക്സ് ഭാഗത്തേക്ക് പോകുമ്പോൾ എന്താണ് അവിടുന്ന് നമുക്ക് 5 മാർക്കിന്റെ ചോദ്യം അവിടുന്ന് ഉണ്ട്. അവിടെ നമുക്ക് നോക്കുമ്പോൾ എന്താണ് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്കൊരു 5 മാർക്കോളം അവിടുന്ന് എന്താണ് നമുക്ക് അവിടുന്ന് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക രംഗം പഠിക്കുക, പിന്നെ നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ പഠിക്കുക, പ്ലാനിംഗ് കമ്മീഷന്, നീതി ആയോഗ്, പിന്നീട് എന്താണ് സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, നമ്മുടെ ബാങ്കുകൾ പഠിക്കുക, ബാങ്കിന്റെ ദേശസാൽക്കരണം വർഷങ്ങൾ എല്ലാം പഠിച്ചു വെക്കുക. പിന്നീട് എന്താണ് കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർഷങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ് കൃത്യമായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് ഇന്ത്യൻ ഭരണഘടന, നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന എന്താണ് ഇന്ത്യൻ ഭരണഘടന. അപ്പോൾ അവിടുന്ന് എന്താണ് ഒരു 5 മാർക്കിന്റെ ചോദ്യം നമ്മൾ അവിടുന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതെല്ലാം പഠിച്ചു വെക്കുക. പിന്നെന്താണ് പൗരത്വത്തെ പറ്റി പഠിച്ചു വെക്കുക. കൂടാതെ മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, പിന്നീട് എന്താണ് പഞ്ചായത്തി രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, അവയുടെ ചുമതലകൾ, പിന്നെ നമ്മുടെ യൂണിയൻ, സ്റ്റേറ്റ്, കൺകറന്റ് ലിസ്റ്റ്, 3 ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. ഏതൊക്കെ വിഷയങ്ങൾ ഏതൊക്കെ ലിസ്റ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഒരു ലിസ്റ്റിൽ ഏതൊക്കെ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് നമ്മുടെ ഭരണഘടനാ ഭേദഗതികൾ അതായത് 42, 44, 52, 73, 74, 86, 91 ഇത്രയും ഭരണഘടനാ ഭേദഗതിയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഭേദഗതി പഠിക്കുമ്പോൾ അത് എന്നാണ് നിലവിൽ വന്നത്, ഏത് വർഷം അതിന്റെ ബില്ല് അവതരിപ്പിച്ചു, ആ സമയത്തെ ഇന്ത്യൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി ആരാണ് ആ നിയമം ബില്ല് ആയിട്ട് അവതരിപ്പിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം ചിട്ടയായിട്ട് തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്താണ് നമുക്ക് കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും, അവിടുന്ന് എന്താണ് നമുക്കൊരു 5 മാർക്കിന്റെ ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹിക, സാമ്പത്തിക, വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, പിന്നെ എന്താണ് തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, പിന്നീട് എന്താണ് ഭൂപരിഷ്കരണങ്ങൾ, പിന്നെ സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ അവർക്കൊക്കെയുള്ള സംരക്ഷണാർത്ഥം ധാരാളം പ്രോജക്റ്റുകൾ നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട്. ആ പ്രോജക്റ്റുകളെല്ലാം പഠിച്ചു വെക്കുക. പിന്നീട് സാമൂഹിക ക്ഷേമ, സാമൂഹിക സുരക്ഷിതത്വം പോലുള്ള മേഖലകളും എന്താണ് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നീട് നമ്മൾ ജീവശാസ്ത്രം, നമ്മുടെ ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യം, നമ്മുടെ ബയോളജി ഭാഗത്ത് നിന്നാണ് സയൻസിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത്. നമുക്ക് ഇവിടെ 6 മാർക്കിന്റെ ചോദ്യമാണ് പ്രതീക്ഷിക്കുന്നത്. ഫിസിക്സും കെമിസ്ട്രിയിലും കാട്ടിൽ അതിനെ വെച്ച് നോക്കുമ്പോൾ ഇരട്ടി മാർക്ക് നമുക്ക് എന്താണ് ബയോളജിയിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് അത് പഠിച്ചു വെക്കുക. പിന്നീട് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത, രോഗങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും പഠിച്ചു വെക്കുക. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, അപ്പോൾ ഈ ഒരു ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളാണ് PSC കൂടുതലായിട്ടും ചോദിക്കാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക. നമ്മളൊരു ഓർഡറിൽ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ ആദ്യം നിങ്ങൾ കേരളത്തിന്റെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അതിന് ശേഷമായിരിക്കണം എന്താണ് വലിയ ടോപ്പിക്കായ മനുഷ്യ ശരീരത്തിലേക്കൊക്കെ കടന്നു ചെല്ലേണ്ടത്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ബോറടിയൊക്കെ മാറിയിട്ട് നല്ല രീതിയിലായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒരു മേഖലയാണ്. കൂടാതെ ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പിന്നീട് എന്താണ് പരിസ്ഥിതി പ്രശ്നങ്ങളും ഒക്കെ എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ജീവശാസ്ത്രത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ എന്താണ് നമുക്ക് 6 മാർക്ക് വരെ എന്താണ് അവിടെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. പിന്നീട് എന്താണ് ഭൗതിക ശാസ്ത്രത്തിൽ നിന്ന് നമുക്ക് 3 മാർക്കിന്റെ ചോദ്യമാണ് വരുന്നത്. ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകൾ, ദ്രവ്യം, യൂണിറ്റ്, അതിന്റെ അളവുകൾ അതൊക്കെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് ചലനം, ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ പഠിക്കുക. പിന്നീട് എന്താണ് പ്രകാശം, അതായത് ലെൻസ്, ദർപ്പണം, പിന്നീട് എന്താണ് പ്രകാശ പ്രതിഭാസങ്ങൾ, മഴവില്ല്, വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ, അതൊക്കെ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അതൊക്കെ എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ശബ്ദം, വിവിധതരം ശബ്ദ തരംഗങ്ങൾ, വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിന്റെ വേഗത, പിന്നെന്താണ് ആവർത്തന പ്രതിഫലനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. വിവിധതരം ശബ്ദങ്ങളുടെ ഡെസിബൽ, അതിന്റെ അളവുകളൊക്കെ എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് എന്താണ് നമുക്ക് ബലം, വിവിധതരം ബലങ്ങൾ, കർഷണത്തിന്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും, പിന്നെ ദ്രാവകം, മർദ്ദം,
പ്ലവക്ഷമ ബലം, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് ഗുരുത്വാകർഷണമാണ് പറയുന്നത്. അഭികേന്ദ്ര ബലം, അപകേന്ദ്ര ബലം, ഉപഗ്രഹങ്ങൾ, പിന്നെന്താണ് പാലായന പ്രവേഗം, പിണ്ഡവും ഭാരവും, പിന്നെന്താണ് ജിയുടെ വാല്യൂ ഒക്കെ പഠിക്കുക. ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജിയുടെ മൂല്യമൊക്കെ എന്താണ് വ്യത്യസ്തമായിരിക്കും, അതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊക്കെ എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് താപം, താപനില, വിവിധതരം തെർമോമീറ്ററുകൾ, പിന്നെന്താണ് പ്രവൃത്തി, ഊർജം, പവർ, ഗണിത പ്രശ്നങ്ങൾ, ഉത്തോലകങ്ങൾ, വിവിധതരം ഉത്തോലകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ, രസതന്ത്രത്തിലേക്ക് വരുമ്പോൾ എന്താണ് അവിടുന്ന് നമുക്ക് എന്താണ് 3 മാർക്കിന്റെ ചോദ്യമാണ് അവിടുന്ന് പ്രതീക്ഷിക്കുന്നത്. ആറ്റം എന്താണ്, അതിന്റെ തന്മാത്ര എന്താണ്, ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. വിവിധ തരം വാതക നിയമങ്ങൾ പഠിച്ചു വെക്കുക. പിന്നീട് എന്താണ് മൂലകങ്ങൾ, ആവർത്തന പട്ടിക പഠിക്കുക. ലോഹങ്ങളും അലോഹങ്ങളും അതിന്റെ ഡിഫറൻസ് പഠിക്കുക. പിന്നെ ഭൗതിക മാറ്റങ്ങൾ എന്താണ്, രാസപ്രവർത്തനങ്ങൾ എന്താണ്, ലായനികൾ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, ആസിഡും ആൽക്കലിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, പിന്നെ വിവിധ വസ്തുക്കളുടെ എന്താണ് pH മൂല്യമൊക്കെ എന്താണ് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. പിന്നീട് അടുത്ത ഒരു കാറ്റഗറി വരുന്നത് എന്താണ് കല, കായികം, സാഹിത്യം, സംസ്കാരം. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു 5 മാർക്കിന്റെ ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രവ്യ കലകൾ, അവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം, ഇവയൊക്കെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് എന്താണ് ഓരോ കലകളിൽ നിന്ന്, ഓരോ മേഖലകളിൽ നിന്ന് പ്രശസ്തരായ സ്ഥലങ്ങൾ, പ്രശസ്തരായ സ്ഥാപനങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ എല്ലാം പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഒരു പ്രശസ്തരായ കലാകാരന്മാരാരൊക്കെയാണ്, പ്രശസ്തരായ എഴുത്തുകാരൊക്കെയാണ്, അവരുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ എന്താണ് കൃത്യമായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് എന്താണ് നമ്മൾ കായികത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെ, ഇന്ത്യയിലെയും ലോകത്തിലെയും തന്നെ പ്രധാന കായിക താരങ്ങൾ ആരൊക്കെയാണെന്ന് പഠിക്കണം. എന്താണ് നമ്മൾ ചരിത്രമൊക്കെ പഠിക്കുന്ന പോലെ കേരളം പഠിക്കണം, ഇന്ത്യ പഠിക്കണം, ലോകം പഠിക്കണം. അപ്പോൾ ഈ 3 കാറ്റഗറി ആയിട്ട് ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അവരുടെ കായിക ഇനങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ, അവാർഡുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ എന്താണ് പഠിച്ചു വെക്കുക. പിന്നെ പ്രധാന അവാർഡുകൾ ഏതൊക്കെയാണ്, അവാർഡ് ജേതാക്കൾ ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പ്രധാന ട്രോഫികൾ ഏതൊക്കെയാണ്, മത്സരങ്ങൾ ഏതൊക്കെയാണ്, കായിക ഇനങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, ഇപ്പം എന്താണ് നമ്മുടെ ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന എണ്ണം, ഫുട്ബോളിൽ പങ്കെടുക്കുന്ന എണ്ണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ് കൃത്യമായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ധാരാളം ഗെയിംസ് നമുക്കുണ്ടല്ലേ, അപ്പോൾ അതിൻ്റെ എല്ലാം കായിക ഇനങ്ങൾ, അതിലെ കളിക്കാരുടെ എണ്ണം, പങ്കെടുക്കുന്ന വ്യക്തികളുടെ എണ്ണം എല്ലാം എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒളിമ്പിക്സിനെ പറ്റി പഠിക്കുക. ഒളിമ്പിക്സ് പഠിക്കുമ്പോൾ എന്താണ് അതിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ പഠിക്കണം. പ്രധാനപ്പെട്ട വേദികൾ എവിടെ വെച്ച് നടന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം എന്താണ് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ അതിൻ്റെ പ്രശസ്തമായ വിജയങ്ങൾ പഠിക്കുക. കായിക താരങ്ങൾ ആരൊക്കെയാണെന്ന് പഠിക്കുക. പിന്നെ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുക. കൂടാതെ എന്താണ് വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്താണ് പഠിച്ചു വെക്കുക. പിന്നെ കളികളുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം പദങ്ങളുണ്ട്, അതും എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഏഷ്യൻ ഗെയിംസ്, പിന്നെന്താണ് കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അവയുടെ വേദികൾ പഠിക്കുക, രാജ്യങ്ങൾ പഠിക്കുക, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ പഠിക്കുക. അപ്പോൾ ഏത് ഗെയിംസ് എടുത്താലും എന്താണ് അതിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച കാര്യങ്ങൾ പഠിക്കുക. ആരാണ് ആ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച കാര്യങ്ങളെല്ലാം എന്താണ് കൃത്യമായിട്ട് തന്നെ പഠിക്കുക. പിന്നെ ദേശീയ ഗെയിംസിനെ പറ്റി പഠിക്കുക, ഗെയിംസ് ഇനങ്ങൾ പഠിക്കുക, അതിൻ്റെ താരങ്ങൾ, അതിൻ്റെ നേട്ടങ്ങൾ, കാര്യങ്ങളെല്ലാം പഠിക്കുക. ഓരോ രാജ്യത്തിൻ്റെ വിവിധ കായിക ഇനങ്ങൾ, വിനോദങ്ങളെല്ലാം എന്താണെന്ന് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ. പിന്നീട് നമ്മൾ എത്തിപ്പെടുന്ന ഒരു മേഖലയാണെന്ത് സാഹിത്യം. മലയാളത്തിലെ പ്രധാന സാഹിത്യ സ്രോതസ്സുകൾ, ആദ്യകാല പ്രസ്ഥാനങ്ങൾ, അവരുടെയൊക്കെ ആദ്യ കൃതികൾ, കർത്താക്കന്മാരൊക്കെ പഠിച്ചു വെക്കുക. ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന വ്യക്തികൾ, അതിൻ്റെ കർത്താക്കളൊക്കെ എന്താണ് പഠിച്ചു വെക്കുക. പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കളൊക്കെ ആരാണെന്നുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ കഥാപാത്രങ്ങൾ, കൃതികൾ ഒക്കെ പഠിച്ചു വെക്കുക. ഒരു കഥാപാത്രത്തിന്റെ പേര് തന്നിട്ട് ഈ കഥാപാത്രം ഏത് കൃതിയിലെയാണെന്നൊക്കെ ഉള്ള ചോദ്യം എന്താണ് PSC കൊണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഏത് കഥാപാത്രങ്ങൾ ഏത് കൃതിയിലെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എന്താണ് കൃത്യമായിട്ടും പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാരൻ തുടങ്ങിയ മേഖലകൾ നോക്കുക. പിന്നെന്താണ് മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം, തുടക്കം, അതിൻ്റെ എന്താണ് പത്രാധിപരാരൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പ്രധാന അവാർഡുകൾ, ബഹുമതികൾ, കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെന്താണ് ജ്ഞാനപീഠം നേടിയ മലയാളികൾ ആരൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകളൊക്കെ എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെന്താണ് മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവനകൾ, അവയ്ക്ക് കിട്ടിയ നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ ദേശീയ അവാർഡുകൾ, പുരസ്കാരങ്ങൾ, കാര്യങ്ങളൊക്കെ എന്താണ്
പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്താണ് സംസ്കാരത്തെ വരുമ്പോൾ എന്താണ് കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ ഏതൊക്കെയാണ്, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ നടക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ കേരളത്തിലെ സാമൂഹിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകന്മാർ, അവരുടെ സംഭാവനകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ നമ്മുടെ എന്താണ് നമുക്ക് ഈ എന്താണ് കല, കായികം, സാഹിത്യം, സംസ്കാരം തുടങ്ങിയ മേഖലയിൽ എന്താണ് 5 മാർക്കിന്റെ ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ഒരു മേഖലയിലേക്ക് പോവുകയാണ്. കമ്പ്യൂട്ടർ, നമ്മുടെ IT, അതിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ് അടുത്ത മേഖല. അവിടെ ഹാർഡ്വെയർ എന്താണ്, ഇൻപുട്ട് ഡിവൈസ് എന്താണ്, അതിൻ്റെ പേരുകൾ എന്താണ്, അതിൻ്റെ യൂസേജ് ഒക്കെ എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് പഠിക്കുക. ഔട്ട്പുട്ട് ഡിവൈസ്, അതിൻ്റെ യൂസേജ്, അതിൻ്റെ പേരുകൾ ഔട്ട്പുട്ട് ഡിവൈസുകൾ ഏതൊക്കെ, അതിൻ്റെ യൂസേജ് ഏതൊക്കെയാണെന്ന് പഠിക്കുക. പിന്നെ എന്താണ് മെമ്മറി ഡിവൈസുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പഠിച്ചു വെക്കുക. പിന്നെ സോഫ്റ്റ്വെയർ വെക്കുക, സോഫ്റ്റ്വെയറിനെ പറ്റി പഠിച്ചു വെക്കുക, ക്ലാസിഫിക്കേഷൻ പഠിച്ചു വെക്കുക, സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തുടങ്ങിയ കാര്യങ്ങൾ, അതിൻ്റെ ഡിഫറൻസ് ഒക്കെ എന്താണെന്ന് പഠിച്ചു വെക്കുക. പിന്നെ പോപ്പുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ, അതിൻ്റെ പാക്കേജുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം എന്താണ് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ കമ്പ്യൂട്ടറിനെ പറ്റിയുള്ള ബേസിക് പ്രോഗ്രാമിംഗ് പഠിച്ചു വെക്കുക, എന്താണ് പ്രോഗ്രാമിംഗ് പഠിച്ചു വെക്കുക. പിന്നീട് എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ പറ്റിയുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് സ്ഥിരം തിരിഞ്ഞു പോകുന്ന ഒരു പാറ്റേൺ ആണ് ലാൻ, വാൻ, മാൻ. എന്തൊക്കെയാണ് ഇത് സ്ഥിരം PSC ചോദിക്കുന്നതാണ്. ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് തിരിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിവിഷൻ ചെയ്തുകൊണ്ടും ഈ ലാൻ, വാൻ, മാൻ അതൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് റിവിഷൻ ചെയ്തുകൊണ്ടും ഇരിക്കുക. പിന്നെ നെറ്റ്വർക്ക് ഡിവൈസുകൾ ഏതൊക്കെയാണ്, പിന്നെ എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, റൂട്ടർ, ഹബ്ബ്, ബ്രിഡ്ജ് എന്തൊക്കെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഇമെയിൽ എന്താണ്, സെർച്ച് എഞ്ചിനുകൾ ഏതൊക്കെയാണെന്ന്, സോഷ്യൽ മീഡിയ എന്താണ്, വെബ് ഡിസൈൻ എന്താണ്, ഗവേണൻസിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ പ്രാധാന്യമൊക്കെ എന്താണെന്നുള്ള കാര്യങ്ങൾ എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ സൈബർ ക്രൈംസ്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. സൈബർ ക്രൈംസ് പഠിക്കുക. പിന്നെന്താണ് IT ആക്ട്, അതിൻ്റെ പ്രധാനപ്പെട്ട ഭേദഗതികൾ, അതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകളൊക്കെ എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെന്താണ് സൈബർ ക്രൈംസിനെ പറ്റിയൊക്കെ എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ സുപ്രധാന നിയമങ്ങൾ, അവയിൽ നിന്ന് എന്താണ് 5 മാർക്കിൻ്റെ ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, നമ്മുടെ വിവരാവകാശ നിയമം, അത് പഠിക്കുക. അതിൻ്റെ വർഷങ്ങൾ പഠിക്കുക, അതിൻ്റെ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. പിന്നെ നമ്മുടെ നാഷണൽ SC/ST അതിൻ്റെ വകുപ്പും അതിൻ്റെ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ സംസ്ഥാനം പിന്നോക്ക വിഭാഗത്തിൻ്റെ വകുപ്പുകൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. പിന്നെന്താണ് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറ്റി പഠിച്ചു വെക്കുക. പിന്നെന്താണ് പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിങ് ഓഫ് വുമൻസ്, അത് പഠിച്ചു വെക്കുക. പിന്നെന്താണ് പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ്സ് ഓഫ് ചിൽഡ്രൻ, നമ്മുടെ പോക്സോ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ വകുപ്പുകളൊക്കെ എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട നിയമങ്ങളിൽ നിന്ന് എന്താണ് 5 മാർക്കിൻ്റെ ചോദ്യമാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ രണ്ടാമത്തെ മെയിൻ കാറ്റഗറി ആയിട്ട് വരുന്നത് എന്താണ് ആനുകാലിക വിഷയങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ ആനുകാലിക വിഷയങ്ങളിൽ നിന്ന് മാത്രം എന്താണ് 20 മാർക്കാണ് എന്താണ് ചോദ്യം. 20 മാർക്കിൻ്റെ ചോദ്യം എന്താണ് നമ്മൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം കുറഞ്ഞത് ഒരു 50 കറണ്ട് അഫയർ എങ്കിലും പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു 20-ൽ ഒരു നല്ല സ്കോർ തന്നെ നിങ്ങൾക്ക് ഈ എക്സാം വരുമ്പോൾ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ആനുകാലിക വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമ്മളെന്താണ് നമ്മുടെ സെൻട്രൽ അപ്പോയിൻമെൻറ്റ്സ് പഠിക്കുക, സ്റ്റേറ്റ് അപ്പോയിൻമെൻറ്റ്സ് പഠിക്കുക, പ്രധാനപ്പെട്ട സ്പോർട്സ് ഇനങ്ങൾ, അവയുടെ ജേതാക്കന്മാർ ആരൊക്കെയാണെന്ന് പഠിക്കുക. പിന്നീട് എന്താണ് അവർക്ക് കിട്ടിയ ബഹുമതികൾ, നമ്മുടെ ഏതൊക്കെ തരത്തിലുള്ള അവാർഡ് ആർക്കൊക്കെ കിട്ടി, ഇന്ത്യയിലെയും കേരളത്തിലെയും നമ്മുടെ വേൾഡിലെയും ലോകത്തിലെയും ഒക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ആനുകാലിക വിഷയങ്ങൾ എവിടുന്ന് കിട്ടുന്നു അതെല്ലാം പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്താണ് നമ്മുടെ ചാനലിൽ തന്നെ എന്താണ് ദിവസം കറണ്ട് അഫയർ പോകുന്നുണ്ട്. പിന്നെ എന്താണ് വീക്കെൻഡ് കറണ്ട് അഫയർ പോകുന്നുണ്ട്. ഓരോ മാസം അവസാനവും ആ മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയറിന്റെ വീഡിയോ ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ട് തീർച്ചയായിട്ടും അതിൽ നിന്ന് എന്താണ് കറണ്ട് അഫയർ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ കറണ്ട് അഫയറിൽ ഒരു ഭേദപ്പെട്ട മാർക്ക് വാങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് നമുക്ക് എന്താണ് ടോട്ടൽ ഓവറാൾ നോക്കുമ്പോൾ എന്താണ് നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ എന്താണ് ഈ കറണ്ട് അഫയറിൽ നിന്ന് തന്നെ സാധിക്കുന്നതാണ്. പിന്നീട് പ്രധാനപ്പെട്ട ഒരു മൂന്നാമത്തെ കാറ്റഗറി ആയിട്ട് വരുന്നത് എന്താണ് ലഘുഗണിതം, മാനസിക ശേഷി. എന്താണ് നമ്മുടെ ഗണിതവും റീസണിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അവിടെ നിന്ന് എന്താണ് നമ്മളെന്താണ് ഒരു നമ്മുടെ ഗണിതത്തിൽ നിന്ന് എന്താണ് 5 മാർക്കിൻ്റെ ചോദ്യമാണ് പ്രതീക്ഷിക്കുന്നത്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളെ പറ്റി പഠിക്കുക. ഭിന്നസംഖ്യകൾ പഠിക്കുക, ദശാംശ സംഖ്യകൾ പഠിക്കുക, ശതമാനം പഠിക്കുക, ലാഭവും നഷ്ടവും പഠിക്കുക, സാധാരണ പലിശയും കൂട്ടുപലിശയും പഠിക്കുക. പിന്നെ അംശബന്ധവും അനുപാതവും അതിൻ്റെ പ്രത്യേകതകൾ പഠിക്കുക. പിന്നെ സമയവും ദൂരവും പഠിക്കുക. പിന്നീട് എന്താണ് സമയവും പ്രവൃത്തിയും പഠിക്കുക, ശരാശരി പഠിക്കുക,
കൃത്യംഗങ്ങൾ പഠിക്കുക, പിന്നെന്താണ് ജാമിതീയ രൂപങ്ങളുടെ പരപ്പളവ്, ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വിവിധതരം പ്രോഗ്രഷനുകൾ അതും പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ റീസണിങ്ങിലേക്ക് വരുമ്പോൾ എന്താണ് അവിടുന്ന് എന്താണ് 5 മാർക്കിന്റെ ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ശ്രേണികൾ, സംഖ്യാശ്രേണികൾ പഠിച്ചു വെക്കുക, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള എന്താണ് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പഠിക്കുക, നമ്മുടെ ബോർഡ് മാസ് ഒക്കെ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന രീതി തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക. പിന്നെ സ്ഥാനനിർണ്ണയ പരിശോധന, സമാന ബന്ധങ്ങൾ, ഒറ്റയാനെ കണ്ടെത്തുക, സംഖ്യാവലോകന പ്രശ്നങ്ങൾ, കോഡിങ്ങും ഡീകോഡിങ്ങും, കുടുംബ ബന്ധങ്ങൾ, ദിശാബോധം, ക്ലോക്കിലെ സമയവും കോണളവും, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും, പിന്നീട് എന്താണ് കലണ്ടറും തീയതിയും, പിന്നെ ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇവയെല്ലാം ഈ റീസണിങ്ങിൽ എന്താണ് സ്ഥിരം ചോദ്യം വരുന്നതാണ്. പക്ഷെ അതിൻ്റെ പ്രത്യേകത എന്താണ്, നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. നമുക്ക് ഒരിക്കലും മാർക്ക് നഷ്ടപ്പെടാത്തൊരു മേഖലയായിട്ട് കണ്ട് തന്നെ അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് എന്താണ് നമ്മുടെ ഇംഗ്ലീഷ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൽ നിന്ന് എന്താണ് ഇംഗ്ലീഷ് ഗ്രാമർ പാർട്ടിൽ നിന്ന് 5 മാർക്കിൻ്റെ ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ടൈപ്പ് ഓഫ് സെൻറ്റൻസ് പഠിക്കുക, പിന്നെ എന്താണ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ് പഠിക്കുക, പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കുക, പിന്നെ എന്താണ് എഗ്രിമെൻ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ് പഠിക്കുക, പിന്നെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ അവ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു, ഏതൊക്കെ സ്ഥാനത്താണ് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുക. പിന്നെന്താണ് മോഡൽ ഓക്സിലറി വെർബിനെ പറ്റി പഠിക്കുക, പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുക, പിന്നെന്താണ് ടെൻസ് പഠിക്കുക, ടൈപ്പ് ഓഫ് കണ്ടീഷണൽ സെൻറ്റൻസ് പഠിക്കുക, പിന്നെ പ്രിപ്പോസിഷൻ പഠിക്കുക, എന്താണ് പിന്നെ നമ്മുടെ ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് അത് പഠിക്കുക, പിന്നെ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് പഠിച്ചു വെക്കുക, പിന്നെന്താണ് കറക്ഷൻ ഓഫ് സെൻറ്റൻസ് പഠിക്കുക, പിന്നെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. അപ്പോൾ ഇതെല്ലാം PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഇംഗ്ലീഷിലെ മേഖലകളാണ്. അപ്പോൾ അവയെല്ലാം എന്താണ് നല്ല രീതിയിലായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ വൊക്കാബുലറി ഭാഗത്ത് നിന്ന് എന്താണ് 5 മാർക്കിൻ്റെ ചോദ്യമാണ് വരുന്നത്. എന്താണ് സിംഗുലർ, പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, അതെല്ലാം കളക്റ്റീവ് നൗൺസ് പഠിച്ചു വെക്കുക, പിന്നെ കോമ്പൗണ്ട് വേർഡ്സ് പഠിച്ചു വെക്കുക, സിനോണിംസ്, അനോണിംസ്, ഫേസൽ വെർബ്സ്, പിന്നെ ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, പിന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് പഠിക്കുക, പിന്നെ വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ് പഠിക്കുക, പിന്നെ സ്പെല്ലിംഗ് ടെസ്റ്റ് പഠിക്കുക. ഈ സ്പെല്ലിംഗ് ടെസ്റ്റ് പഠിക്കുമ്പോൾ എന്താണ് നമുക്ക് ആ സ്പെല്ലിംഗ് വായിച്ചു നോക്കുമ്പോൾ കറക്റ്റായിട്ട് തോന്നും, പക്ഷേ ഒരു ചെറിയ ഒരു സ്പെല്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന പോലെ എന്താണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പ്രയാസമായിരിക്കും. അപ്പോൾ ഈ വാക്കുകളൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ സ്പെല്ലിങ്ങും കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 1 മാർക്ക് കൃത്യമായിട്ട് നമ്മൾ വാങ്ങിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ എന്താണ് നമ്മുടെ പ്രാദേശിക ഭാഷയായ മലയാളത്തിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് 10 മാർക്കിൻ്റെ ചോദ്യം എന്താണ് മലയാളത്തിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇവിടെ ഗ്രാമർ പാർട്ടൊന്നും നമുക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നില്ല. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പദ്യായം, വിപരീത പദം, പഴഞ്ചൊല്ലുകൾ, സമാന പദങ്ങൾ, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, പിന്നെന്താണ് വചനം, പിരിച്ചെഴുതൽ, പിന്നെ ഘടകപദം, വാക്യങ്ങൾ ചേർത്തെഴുതുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ മലയാളത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ സിലബസ് വെച്ച് നോക്കുമ്പോൾ എന്താണ് നമ്മുടെ സാധാരണ ഒരു 10ാം ക്ലാസ് ലെവൽ സിലബസ് ആണിത്. നമ്മുടെ LDCക്കും ഒക്കെ ഇതേ സിലബസ് തന്നെയാണ്. അപ്പം വലിയ മാറ്റങ്ങളൊന്നും ഈ സിലബസിലില്ല. അപ്പോൾ നേരത്തെ തൊട്ടേ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ പഠനം ഇതേ അളവിൽ തന്നെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പോൾ ഈ തുടങ്ങുന്ന ആൾക്കാർ എന്താണ് കൃത്യമായി ഈ സിലബസ് അനുസരിച്ച് കൃത്യമായി തന്നെ പഠിക്കുക, ചിട്ടയായി തന്നെ പഠിക്കുക. കറണ്ട് അഫെയർ കാര്യങ്ങളൊക്കെ എല്ലാം എന്താണ് നന്നായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു PSCയുടെ സിലബസ് തന്നെയാണിത്. അപ്പോൾ നമുക്ക് വ്യത്യാസങ്ങളൊന്നും വലുതായിട്ട് തോന്നുന്നില്ല. നമ്മുടെ LDCക്കും ഒക്കെ എന്താണ് ഇതേ സിലബസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിന് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് OA എഴുതാൻ പറ്റും, LDC എഴുതാൻ പറ്റും, അങ്ങനെ ധാരാളം എക്സാമുകൾ എന്താണ് ഇതേ സിലബസ് വെച്ച് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ LDCക്കും എന്താണ് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നമ്മുടെ AEZB അക്കാഡമി മിഷൻ LDC 2027 എന്ന് പറയുന്ന പുതിയ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ധാരാളം പ്രത്യേകതകൾ ഈ കോഴ്സിനുണ്ട്. നമ്മൾ ഡെയിലി കറണ്ട് അഫെയർ സെഷൻ ഉണ്ടായിരിക്കും, PYQ സെഷൻ ഉണ്ട്, പിന്നെന്താണ് ലൈവ് സെഷൻ ഉണ്ട്, പിന്നെ മോക്ക് ടെസ്റ്റുകളുണ്ട്, ഡെയിലി മോക്ക് ടെസ്റ്റുകളുണ്ട്, പിന്നെന്താണ് സ്പെഷ്യൽ മെന്റർ സപ്പോർട്ടൊക്കെ എന്താണ് ഈ കോഴ്സിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ ഞങ്ങളോടൊപ്പം ചേർന്ന് പഠിക്കുക. വരാൻ പോകുന്ന LDCക്കായാലും OAക്കായാലും നിങ്ങൾക്ക് എന്താണ് ഭേദപ്പെട്ട ഒരു റാങ്കിലേക്ക് എത്താൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കോ സംശയങ്ങൾക്കോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, ചിട്ടയായിട്ട് പഠിക്കുക, റിവിഷൻ ചെയ്ത് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല വിജയം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.